നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിൽ. അസദ് ഭരണത്തിനെതിരെ 13 കൊല്ലം മുമ്പ് ആരംഭിച്ച പ്രതിഷേധത്തിന് പരിസമാപ്തി. 24 വർഷത്തെ അടിച്ചമർത്തൽ ഭരണത്തിന് വിരാമമിട്ട് പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടെ നാടുവിട്ടു. അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കുകയായിരുന്നു. ദമാസ്കസ്, ഹമ, ആലെപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിയുന്നവരെല്ലാം ഇപ്പോൾ മോചിതരായിരിക്കുകയാണ്. ഈ ജയിലുകളിൽ മനുഷ്യ അറവുശാല എന്നറിയപ്പെട്ടതാണ് ദമാസ്കസിലെ സേദനയ ജയിൽ. ഇത് ഏറെ കുപ്രസിദ്ധമാണ്. വെറും നമ്പറുകൾ മാത്രമാണ് ഇവിടെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് 2021 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുണ്ട്. ഇതുപ്രകാരം സിറിയൻ ഭരണത്തിന് കീഴിൽ ജയിലുകളിൽ 1 ലക്ഷത്തിലധികം പേരാണ് മരിച്ചിട്ടുള്ളത്. സെദനയയിലെ സൈനിക തടവറയിൽ 2 ഡിറ്റൻഷൻ സെന്ററുകളുണ്ട്. ഈ ഡിറ്റൻഷൻ സെന്ററുകൾ ദുർഗുണ പരിഹാര കേന്ദ്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ജയിലുകളിൽ 2011 ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ജനങ്ങളെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ 2 തരത്തിലുള്ള കെട്ടിടങ്ങളാണുള്ളത്. ഒന്ന് ചുവന്ന നിറത്തിലുള്ള കെട്ടിടവും പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന സൈനികരെ അടയ്ക്കാനും മറ്റ് ഓഫീസുകൾക്കുമായി വെള്ള നിറത്തിലുള്ള കെട്ടിടവും ദമാസ്കസിലെ ജയിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ചുവന്ന കെട്ടിടത്തിൽ പാർപ്പിച്ചിരുന്ന 10,000-കണക്കിന് തടവുപുള്ളികളെ രഹസ്യമായി വധിച്ചതായാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. തൂക്കിലേറ്റുന്നതിന് മുൻപ് തടവിലുള്ളവരെ ദമാസ്കസിന് സമീപമുള്ള അൽ ഖുബൂനിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കോടതികളിൽ ഹാജരാക്കും. ഇവിടെ ഹാജരാക്കി വിചാരണയ്ക്ക് വിധേയരാക്കിയാണ് വധശിക്ഷ വിധിക്കുന്നത്. പക്ഷേ വിചാരണ എന്ന് പറയുന്നത് വെറും 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാകും. തൂക്കിക്കൊല്ലൽ എന്നത് ജയിൽ അധികൃതർ ഇതിനെ സൽക്കാരം, ദി പാർട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. നടപ്പിലാക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷമാണിത് നടപ്പിലാക്കുന്നത്. സാധാരണ ജയിലിലേക്ക് മാറ്റുകയാണ് എന്ന് ഇരകളെ വിശ്വസിപ്പിക്കും. ഇവരെ എന്നിട്ട് ചുവന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു തടവറയിലേക്ക് എത്തിക്കുന്നു. 3-4 മണിക്കൂർ ഈ ഇരകളെ പിന്നീട് മർദ്ദിക്കും. അർദ്ധരാത്രിയോടെ കണ്ണുകൾ കെട്ടി ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലേക്ക് എത്തിക്കും. ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു മുറിയിൽ എത്തിച്ചാണ് തൂക്കിലേറ്റുന്നത്. ആഴ്ചയിൽ 2 തവണ ഈ ശിക്ഷ നടപ്പാക്കൽ നടന്നിട്ടുണ്ട്. ഓരോ തവണയും 20 മുതൽ 50 പേരെ വരെയാണ് ഇങ്ങനെ കൊന്നുകളഞ്ഞിരുന്നത്. ഇവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നതിനാൽ കഴുത്തിൽ കുരുക്ക് വീഴുന്നതുവരെ തങ്ങൾ മരിക്കുകയാണ് എന്ന് ഇരകൾ പോലും അറിഞ്ഞിരുന്നില്ല. കൊലയ്ക്ക് ശേഷം ഇരകളുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ തിസ്രീൻ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ കൂട്ടത്തോടെ കുഴികുഴിച്ച് ഈ മൃതശരീരങ്ങൾ കുഴിച്ചുമൂടുകയാണ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജയിലിൽ ജോലി ചെയ്തവരിൽ നിന്നും മറ്റ് ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ 2011 സെപ്റ്റംബറിനും 2015 ഡിസംബറിനും ഇടയിൽ 5000 മുതൽ 13,000 പേര് ഇങ്ങനെ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2015 ഡിസംബറിന് ശേഷവും 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ വധശിക്ഷയെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. ജയിലിലെ കാവൽക്കാരായ ജീവനക്കാർക്ക് പോലും ഇരകളെ മാറ്റുന്നതിനെക്കുറിച്ച് മാത്രമാണ് അറിവുണ്ടായിരുന്നത്. വെള്ള കെട്ടിടത്തിലേക്ക് മാറ്റുന്നവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് ഇവർക്ക് അറിയില്ല. പ്രസിഡന്റ് ബഷർ അൽ അസദ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. സൈനിക ഉദ്യോഗസ്ഥരും ജയിൽ ഉദ്യോഗസ്ഥരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു പാനൽ വധശിക്ഷ നിരീക്ഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടിരുന്നു. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചുവന്ന കെട്ടിടത്തിലെ തടവുകാർ അതിക്രൂരതയ്ക്കാണ് ഇരയാക്കപ്പെട്ടിരുന്നത്. മർദ്ദനം കൂടാതെ ലൈംഗിക അതിക്രമത്തിനും നിരന്തരം വിധേയരാക്കപ്പെട്ടിരുന്നു. ഭക്ഷണമോ വെള്ളമോ മരുന്നോ ആവശ്യാനുസരണം ലഭിച്ചിരുന്നില്ല. ജയിലുകളിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ രോഗങ്ങൾ പടർന്നിരുന്നു. മൗനം പാലിക്കാനുള്ള കർശന നിർദ്ദേശം നിലവിലുണ്ടായിരുന്നു. സൈക്കോസിസ് പോലുള്ള മാനസിക അനാരോഗ്യ അവസ്ഥയിലേക്ക് പല തടവുകാരും തള്ളിവിടപ്പെട്ടു. തടവുകാരെ കൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്യിപ്പിച്ചിരുന്നു. മാനസിക പീഡനം ശാരീരിക പീഡനത്തെക്കാൾ കഠിനമായിരുന്നു. അസദ് ഭരണം അവസാനിച്ചതോടെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരുന്നവർ ഇപ്പോൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തടവറകളിൽ നിന്ന് പുറത്തുവന്ന പലർക്കും സാധാരണ ലോകത്തേക്ക് മടങ്ങി വരാനായിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ സത്യമാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്നവരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇവരിൽ പലരും തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളുടെ കാഠിന്യത്താൽ മനസ്സ് മരവിച്ച പോലെയാണ് കാണപ്പെടുന്നത്.
എന്തെങ്കിലും സംസാരിക്കാനോ കുടുംബാംഗങ്ങളെ തിരിച്ചറിയാനോ പോലും പലർക്കും കഴിയുന്നില്ല. തടവറകളിലെ ക്രൂരതകളുടെ തീവ്രത വ്യക്തമാക്കുന്നവയാണ് പുറത്തുവന്ന പലരുടെയും നിലവിലെ അവസ്ഥ. മലയാളി വാർത്ത ഇൻസൈഡ്.